ായി നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് ഫാദറോടെ പോയി ഫാദറിൻ്റെ ഡീറ്റെയിൽസ് എന്താ പറയുന്നത്. ഒരുപാട് കമൻറ്റ്സ് പറയുന്നത് ഞാൻ ഏത് ക്യൂവിൻ്റെ അടുത്തൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടലായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ അതിനുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് തരാമെന്ന് വിചാരിച്ച്. സോ ഇന്നത്തെ വീഡിയോ അത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണ ഉണ്ട്, ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര പൈസ യൂസ് ചെയ്ത് ഭയങ്കര റിച്ച് കിഡ്, സ്പോയിൽ കിഡ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു അൺബോക്സിങ് ഡൂഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. എൻ്റെ പിള്ളേരൊക്കെ എൻ്റെ പെങ്ങളിലൊക്കെ വീഡിയോസ് കാണുന്നതായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീഡിയോ. ഞാനങ്ങനെ അധികം കാണാറില്ല. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്താണ് എൻ്റെ 1-2 വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഉപ്പ എവിടെ പോയി എന്നുള്ളത് പലരും കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഭയങ്കര ഇപ്പോൾ അവൻ്റെ കല്യാണമൊക്കെ തന്നെ ഭയങ്കര വിവാദമൊക്കെ ആയതാണ്. എന്തോ ഡയമണ്ട് എന്നൊക്കെ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ അന്ന് പ്രശ്നങ്ങളൊക്കെ ആയതായിരുന്നു. അന്നെന്തോ ഞാനത് അത്രയ്ക്ക് കറക്റ്റായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ ചെയ്തതായിട്ട് കണ്ടു, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു ഇതിലെത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് നിങ്ങളൊക്കെ കാണുന്നത് പോലുള്ളൊരു ആളല്ല ഞാൻ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ കരകയറി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഇതിനി എനിക്കിവിടാണ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടാണ്. ഞാൻ ഇവിടെ വിട്ട് വരില്ല എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച്. അപ്പോൾ ഞാൻ +2 ഒക്കെ എത്തിയിട്ടോ. അങ്ങനെ വാശി ഇമ്മ പൊട്ടിച്ച് ഒരു വണ്ടിയിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടിയും ഫുൾ ലോഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോന്ന് കൊച്ചിയിലേക്ക്. ഓ മൈ ഗോഡ്, കൊച്ചിയിലെത്തിയപ്പോഴാണ് എന്താ പറയുക ലൈഫേ ചേഞ്ച് ചെയ്ത്. ഇതിൻ്റെ ഇടയിൽ ഇമ്മയ്ക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങി തന്നിരുന്നു. ആ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ കൊച്ചിയിലെത്തിയപ്പോഴാണ് അതിനൊരു കുറച്ച് ക്ലച്ചൊക്കെ, അതൊക്കെ പിന്നെ വീഡിയോയിൽ പറഞ്ഞതാണല്ലോ, ക്ലച്ചൊക്കെ ആയി വന്നത്. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇമ്മ എന്താ പറയുക എനിക്ക് ആ ലാപ്ടോപ്പ് തന്നെ വാങ്ങി തന്നത്. സത്യം പറഞ്ഞാൽ ലാപ്ടോപ്പ് കൈമ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇമ്മ ഞങ്ങളെ ഡാൻസ് പഠിപ്പിച്ച്, പാട്ട് പഠിപ്പിച്ച്, എന്താ പറയുക ഞാൻ മോണാക്ട് ചെയ്യായിരുന്നു, മിമിക്രി എല്ലാം പഠിപ്പിച്ചിരുന്നു. ഇമ്മ വിചാരിച്ച് ഇവിടെ എത്തിയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ ഇവിടെ എത്തിയപ്പം ഇതിലൊന്നും പെടാത്ത ഒരു സാധനമാണ് ലൈഫിൽ ക്ലിക്കായത്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുക. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം സംഭവിച്ചത്. അതൊരു വലിയൊരു മാസീവ് ഹിറ്റായി. ഞാനും കുഞ്ഞുമ്മയും കൂടി കുറേ വീഡിയോസൊക്കെ ചെയ്ത് അതൊരു മാസീവ് ഹിറ്റായി. അങ്ങനെ ഇമ്മ എനിക്ക് അന്നൊരു ലാപ്ടോപ്പ് അറൗണ്ട് ഒരു 80K ലാപ്ടോപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അത് വാങ്ങി തന്ന ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് എന്തിനാണ് എനിക്കത് വാങ്ങിക്കൊടുത്തതെന്ന് കഴിച്ചിട്ട്. പക്ഷേ ആ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് ഇന്നിപ്പോൾ ഒരു 100, 200, 300 അങ്ങനത്തെ ലാപ്ടോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സാമ്പത്തിക ലെവലിലേക്ക് ഞങ്ങളെത്തി. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ താങ്ക്സ് ടു യൂട്യൂബ് ഈസ് മൈ സെക്കൻഡ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് ഗൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ലൈഫ് പോവുക. ഇപ്പം കോഴിക്കോടുകാരാണ്. കോഴിക്കോട് നിന്ന് പിന്നെ കൊച്ചിയിലോട്ട് വന്നു. കൊച്ചിയിൽ നിന്നാണ് ഇവരുടെ ടേണിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. ഇവർ അവിടെ നിന്നിട്ടാണ് ഉമ്മ ഒരുപാട് ഇതിന് ചേർത്തിട്ടുണ്ടായിരുന്നു, ഡാൻസ്, പാട്ട്, മോണാക്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പുള്ളിക്കാരനൊക്കെ അതിലൊന്നും അല്ല താല്പര്യം. ഓരോരുത്തർക്കും ഓരോരോ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ പേരൻസ് നമ്മളെ ഇന്നതിലേക്ക് വിടും, പക്ഷെ നമ്മളുടെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും, അതിലായിരിക്കും നമ്മൾ ക്ലിക്ക് ആവുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ കൊച്ചിയിൽ പോയതിന് ശേഷമാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. അവിടെ വെച്ചിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ ഉമ്മ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിൽ നിന്ന് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അതിൽ നിന്ന് ക്ലിക്കായി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലാണ് അവനെ ഈ ഒരു ഇതിൽ കൊണ്ടെത്തിച്ചത്. എല്ലാം മാറി, കഷ്ടപ്പാടെല്ലാം മാറി നല്ലൊരു ഹൈ ലെവലിൽ കൊണ്ടെത്തിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സമ്പാദിക്കണമെന്ന് തോന്നി നമ്മളുടെ ആ ഒരു പാഷൻ എന്താണ്, നമ്മൾ അതിലോട്ട് പോവുക, നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അതിലോട്ട് പോകുക. നമ്മളെ കുറ്റം പറയാനും നമ്മളെ തളർത്താനും നമ്മളെ പലതും പറയാൻ പല ആളുകളുണ്ട്. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ എനിക്കെന്താ അതിൽ വലിയ ക്ലിക്കൊന്നും ആവാതിരുന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ റിയാക്ഷനിലോട്ട് വന്നത്. റിയാക്ഷൻ പറയുമ്പം വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ എന്തോ കൂടുതലായിട്ട് അതൊന്നും റീച്ച് ആവാത്ത പോലെ തോന്നും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് ട്രാവലിങ് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡൂഡ് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് പണം ഇതാക്കണം. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് എന്തെങ്കിലും
എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല, അതിൽ നിന്നൊന്നും രക്ഷപ്പെടില്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞപ്പോൾ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ റിയാക്ഷൻ ചെയ്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ 2-3 പ്രാവശ്യം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങി. വ്ളോഗ് കാര്യങ്ങളെന്നൊന്നും പറയുന്ന സമയത്ത് ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഡോളറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ റിയാക്ഷനിലോട്ട് വന്നപ്പോഴാണ് കുറച്ചും കൂടെ എനിക്ക് കയറാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് നമ്മൾ ക്ലിക്ക് ആവുന്നത് അതിൽ വെച്ച് നമുക്ക് തോൽവി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തോൽവി തന്നെ നമ്മൾ നിൽക്കാതെ നമ്മൾക്ക് എവിടെയാണ് ജയിക്കാൻ പറ്റുക ആ ജയത്തിലോട്ട് നമ്മൾ പിടിച്ച് കയറാൻ നോക്കുക. ഇപ്പോൾ ഡോഡ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അനുഭവിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരൻ ഈ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നത്. നമുക്ക് പണമില്ല, നമുക്ക് ഇതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒതുങ്ങി കൂടാതെ നമ്മൾ അധ്വാനിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ജീവിക്കാം. നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിൽ അത് മാത്രം നമുക്ക് പോരാ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണം. ആ ഒരു രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എവിടെയെങ്കിലും എത്താൻ പറ്റും. നമ്മൾക്ക് ജീവിതത്തിൽ എന്തായാലും സക്സസ് ആവാൻ പറ്റും. എന്തായാലും ഡൂഡ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഡാൻസ് ഒന്നിലും ക്ലിക്കായില്ല. ക്യാമറ പിടിച്ച് വ്ളോഗ് ചെയ്യുന്നൊരു സാധനം നമ്മളെ നാട്ടിൽ അതില്ലായിരുന്നു ഗൈസ്. കോഴിക്കോടൊന്നും ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു വ്ളോഗിങ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഈവൻ യൂട്യൂബ് പോലും ഇല്ല. യൂട്യൂബ് ഉണ്ട്, പക്ഷെ ഞങ്ങളിലല്ലേ, ഞങ്ങൾ ചെറിയ ഫോണല്ലേ, കാണാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല, നമ്മളൊരു കാർഡുണ്ട് 139 MB കിട്ടും. ആ കാർഡ് ചുരണ്ടി റീചാർജ് ചെയ്തിട്ടാണ് നെറ്റ് തന്നെ നമ്മൾ ബ്രൗസ് ചെയ്യുക. എന്ത് ബ്രൗസ് ചെയ്യുന്നത് തേങ്ങില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അങ്ങനത്തെ കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ജിയോ വന്ന് ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ജിയോ വന്നത്. പിന്നെ ഫ്രീ വൈഫൈ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് കുറേ ആൾക്കാർ കണ്ട് അങ്ങനെ സക്സസ് ആയി. ഇപ്പം ഞാനിപ്പോൾ ഓർക്കും ആ ലാപ്ടോപ്പ് അന്നുമ്മ വാങ്ങി തന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലാപ്ടോപ്പ് ആണെങ്കിൽ. കാരണം ആ എനിക്കറിയില്ല, അത്രയും വിലപിടിപ്പുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം ഇത്ര പൈസേൻ്റെ സാധനം വാങ്ങിയതല്ലേ, ഇത് വെറുതെ യൂസ് ഇല്ലാതെ കളയണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. അതിൽ 20 വിചാരിക്കുന്ന പോലെയല്ല ലൈഫ് പോവുക. ഈ പാട്ട് ഡാൻസ് ഒന്നിലും ക്ലിക്കായില്ല. ക്യാമറ പിടിച്ച് വ്ളോഗ് ചെയ്യുന്നൊരു സാധനം നമ്മളെ നാട്ടിൽ അതില്ലായിരുന്നു ഗൈസ്. കോഴിക്കോടൊന്നും ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു വ്ളോഗിങ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഈവൻ യൂട്യൂബ് പോലും ഇല്ല. യൂട്യൂബ് ഉണ്ട്, പക്ഷെ ഞങ്ങളിലല്ലേ, ഞങ്ങൾ ചെറിയ ഫോണല്ലേ, കാണാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല, നമ്മളൊരു കാർഡുണ്ട് 139 MB കിട്ടും. ആ കാർഡ് ചുരണ്ടി റീചാർജ് ചെയ്തിട്ടാണ് നെറ്റ് തന്നെ നമ്മൾ ബ്രൗസ് ചെയ്യുക. എന്ത് ബ്രൗസ് ചെയ്യുന്നത് തേങ്ങില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അങ്ങനത്തെ കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ജിയോ വന്ന് ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ജിയോ വന്നത്. പിന്നെ ഫ്രീ വൈഫൈ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് കുറേ ആൾക്കാർ കണ്ട് അങ്ങനെ സക്സസ് ആയി. ഇപ്പം ഞാനിപ്പോൾ ഓർക്കും ആ ലാപ്ടോപ്പ് അന്നുമ്മ വാങ്ങി തന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലാപ്ടോപ്പ് ആണെങ്കിൽ. കാരണം ആ എനിക്കറിയില്ല, അത്രയും വിലപിടിപ്പുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം ഇത്ര പൈസേൻ്റെ സാധനം വാങ്ങിയതല്ലേ, ഇത് വെറുതെ യൂസ് ഇല്ലാതെ കളയണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. അതിൽ 20,000-30,000 ഞാൻ പോട്ടെന്ന് വിചാരിച്ച് നല്ല കളിച്ച് നടക്കുകയായിരുന്നു. അപ്പം പിന്നെ എന്താ പറയുക, ഇത്രയും സക്സസ് ഇടയിൽ ഇമ്മയും ഞങ്ങൾ ഫാമിലിയൊക്കെയാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെ എത്തിയത്. കാരണം ഇത് സ്റ്റോറി പറയാൻ കാരണം ഒരുപാട് പേർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, എന്തോ കുറേ പൈസ ഇങ്ങനെ ദൂർത്തടിച്ച് നടക്കുന്ന ഒരു ഫാമിലിയാണെന്ന്. പൈസൻ്റെ വില നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. അതിലൊരു മാറ്റവും ഒരു ഇതുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ സ്പെൻഡ് ചെയ്യണം നന്നായിട്ട് അറിയാം, എങ്ങനെ എടുത്തു വെക്കണം നന്നായിട്ട് അറിയാം. എന്താ പറയുക, ആ യൂട്യൂബ് ലാപ്ടോപ്പ് ഉണ്ടല്ലോ, ആ ലാപ്ടോപ്പിൽ നിന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിന് ചുമ്മാ യൂസ്ഫുൾ ആകാതെ വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്ന് തുടങ്ങിയതാണ്. ക്യാമറ പോലും ഉണ്ടായിരുന്നില്ല, മറ്റേ ഇതൊക്കെ ആയിരുന്നു. അതെന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ഇല്ലായ്മയിൽ നിന്ന് സക്സസ് ആയിട്ട് വന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒതുങ്ങി കൂടി ഇരിക്കാൻ പാടില്ല. നമ്മൾക്ക് എവിടെയാണോ ക്ലിക്ക് ആവുന്നത് നമ്മൾ അതിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുക. അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുരുണ്ടുകൂടി മൂലയ്ക്ക് ഇരിക്കാൻ തുടങ്ങി അതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് എങ്ങനെയാണെങ്കിലും ഇന്ന് കാലത്ത് ജീവിക്കാൻ പണം വേണം. ബന്ധം സ്വന്തം എന്നും പറഞ്ഞിട്ടൊന്നും നമുക്ക് യാതൊരു കാര്യമില്ല. നമുക്ക് ജീവിക്കാൻ പണമാണ് അത്യാവശ്യം. എത്ര ബന്ധുക്കാർ എത്ര സ്വന്തക്കാരെന്നുണ്ട് പറഞ്ഞാലും ആരും ഒന്നിനും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവും, എല്ലാവരും എന്താ പറയുക, മധുരത്തിൽ ഉറുമ്പ് വന്ന് പൊതിയില്ല, അതുപോലെ എല്ലാവരും വന്ന് പൊതിയും. പണം ഇല്ലയോ ആരും വേണ്ടാത്തൊരു അവസ്ഥ തന്നെയാണ്. പണം തന്നെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ മെയിൻ. എന്തായാലും ഡൂഡ് ഉപ്പാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉപ്പാൻ എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കുറച്ച് കാര്യങ്ങൾ കണ്ടു നോക്കൂ.
പിന്നെ ഫാദറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഇമ്മയും ഇപ്പം ചെറുപ്പം മുതലേ സെപ്പറേറ്റഡ് ആണ്. ലീഗലി എന്താ പറയുക, ഡിവോഴ്സ്ഡ് ആണ് മമ്മി. സോ ഇമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് ഞങ്ങൾ എത്രയും കാലം നോക്കിയതും വളർത്തിയതും. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന ലൈക്ക് എന്താ പറയുക, എനിക്കൊരു പൊട്ടൻഷ്യൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 100-200 മടക്കായിട്ട് അത് തിരിച്ചും കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, നമ്മുടെ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ്. ഞങ്ങളെ നോക്കിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പോൾ ആ സ്ട്രഗിളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഉമ്മനപ്പം ഞാൻ കൊണ്ട് നടക്കുന്നത്. നോ വറീസ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടച്ച് വിടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ റൈനാസ് കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംരംഭം 2ാമത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം വന്ന വഴി മറക്കരുതല്ലോ. അപ്പോൾ ഇമ്മ അന്ന് അത് വിറ്റിട്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. സോ ഇന്ന് അത് കുറച്ചുകൂടി ഒരു ഹ്യൂജ് സ്കെയിലിൽ, കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറിയിൽ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത്. സോ അതിലിങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു ചോദ്യം വേണ്ട, നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരു ക്യാരക്ടറില്ല. സോ ഞാനും ഇമ്മ അനിയത്തി ഇപ്പം അൽഫി അങ്ങനെയുള്ളൊരു കൊച്ചു ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ദയവ് ചെയ്ത് ഇനി താഴത്ത് കമൻറ്റ് ചെയ്തത്. കാരണം 10-20 വർഷം മുമ്പേ സെപ്പറേറ്റഡ് ആയതാണ്. അപ്പം പിന്നെ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് മറുപടി പറയാനൊന്നുമില്ല, മനസ്സിലായി. ഇമ്മക്കും ഒന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ കുറേ ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇറ്റ്സ് ഗോൺ. പിന്നെന്താ പറയുക, അത്രയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് കുറേ വേണ്ടാത്ത രീതിയിൽ കമൻസും കാര്യങ്ങളും കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറഞ്ഞങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചത്. മനസ്സിലായില്ലേ? ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാമെന്ന് വിചാരിച്ചു, ഇൻഷാ അല്ലാ. സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങളോട് വീഡിയോ കാണുന്നതോട് പറയാം, നെവർ ഗീവ് അപ്പ് യുവർ ഹോപ്പ്. കഷ്ടപ്പെടുക, പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടെങ്കിലേ വില ഉള്ളൂ. അത് പൈസ ഉള്ളവർക്കും അറിയാം, പൈസ ഇല്ലാത്തവർക്കും അറിയാം. സോ നല്ല രീതിയിൽ പറയുന്നത് 20 വർഷം മുമ്പേ ഉപ്പയായിട്ട് ഡിവോഴ്സ്ഡ് ആയതാണ്. എൻ്റെ ഉമ്മ ഡിവോഴ്സ്ഡ് ആയതാണ്. ഇനി അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട. അപ്പോൾ ഒരുപാട് പേര് ഉപ്പനെ കാണാതെ ചോദിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതാണ്. അതുമല്ല, എന്താണോ നമ്മുടെ ഭാഗത്ത് മൈന്യൂട്ട് കുറ്റങ്ങളുള്ളത് അതായിരിക്കും ആളുകൾ നെഗറ്റീവായി എടുത്തിട്ട് അത് തന്നെയായിരിക്കും കമൻറ്റിൽ ചോദിക്കുക. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും എന്ത് ചെയ്താലും അത് ആ ഒരു രീതിയിൽ ആളുകൾ എടുക്കുള്ളൂ. അത് 100% ശരി തന്നെയാണ്. അതിൽ ഒന്നും പറയാൻ പറ്റില്ല. ഈ കമൻറ്റ് ഇടുന്നവരെ ഒരിക്കലും നമുക്ക് തിരുത്താനും പറ്റില്ല. നമ്മൾ എത്രത്തോളം നമ്മളവരോട് ഇതാവേണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്താലും വീണ്ടും ആ ചോദ്യങ്ങൾ തന്നെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഇതായിട്ടുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് പല വീഡിയോസുകളും ചെയ്തിട്ടുണ്ടാകും, അവരത് കണ്ടിട്ടുണ്ടാകും, എങ്കിലും അത് ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡൂഡ് പറഞ്ഞു വരുന്നത് ഇനി അതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട, എൻ്റെ ഉപ്പയും ഉമ്മയും സെപ്പറേറ്റഡ് ആയതാണ്. എൻ്റെ ഉമ്മ ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഉമ്മാക്ക് എന്താണ് പഴയ ആ ഒരു ഇത് ടച്ച് വിടാതിരിക്കാൻ, ഞങ്ങൾ കഴിഞ്ഞ കാലം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് അതിൻ്റെ തന്നെ ആയിട്ടുള്ളൊരു സംരംഭം തുടങ്ങി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ലൈഫിൽ അതാണല്ലോ വേണ്ടത്. എന്താ പറയുക, ഒരു ഇല്ലായ്മയിൽ നിന്ന് ഇപ്പോൾ എത്രത്തോളം എത്തണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് അവൻ്റെ എഫേർട്ട് തന്നെയാണ്, അവൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മടിച്ച് മാറി നിൽക്കരുത്. നമുക്ക് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമ്മളത് കണ്ടെത്തി അതുമായിട്ട് മുന്നോട്ട് പോവാൻ നോക്കുക. അല്ലാതെ പിടിച്ചുപറി തട്ടിപ്പ് അതൊന്നുമല്ല നമ്മുടെ ലൈഫിൽ വേണ്ടത്. നമുക്ക് നമ്മളായിട്ട് തന്നെ നമ്മൾ ലൈഫിൽ സക്സസ് ആവാൻ നോക്കുക. നമുക്ക് എവിടെയാണോ നമുക്ക് കയറ്റം കിട്ടുന്ന ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുക. പണം തന്നെയാണ് ഇന്ന് കാലത്ത് ജീവിക്കാൻ ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ്. എനിക്കും ഒരുപാട് അനുഭവത്തിന് പുറത്ത് പറയണം. നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം. പണമില്ലാതെ ഒരു കാര്യം നടക്കില്ല. പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ എന്ത് തരും, നമുക്ക് പൈസയാണ് ആവശ്യം. പൈസ ഇല്ലാതെ നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ കിണറുണ്ടെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിന് മാത്രം നമുക്ക് പൈസ കൊടുക്കണ്ട. അല്ലാതെ എല്ലാ സാധനവും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് പൈസ കൊടുത്താലേ നമുക്ക് വാങ്ങിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പണം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് വെറുതെ ഇരുന്നാലൊന്നും എവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡൂഡിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് ഒരു വീഡിയോ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവുകൾ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഡൂഡിനൊരു പോസിറ്റീവായിട്ടാണ് തോന്നിയത്. അപ്പോൾ നല്ലൊരു വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത്. എൻ്റെ പിള്ളേരൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ തന്നെ ആമി വന്നിട്ട് പറയുന്നു, ഇവരെക്കുറിച്ച് കുറ്റം പറയില്ല, അവർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ് ഡൂഡ്, അവരെക്കുറിച്ച് കുറ്റം പറയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കുറ്റങ്ങളൊന്നും അല്ല പറഞ്ഞത്, ഡൂഡിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.